നമസ്തേ. കഴിഞ്ഞ 30 വർഷത്തോളമായി തൃശൂർ പൂരത്തിലെ ആചാരങ്ങളിൽ ചെറിയ തോതിൽ ഓരോരോ ലംഘനങ്ങൾ വരുത്തിക്കൊണ്ട് തൃശൂർ പൂരത്തെ എങ്ങനെ ഹൈജാക്ക് ചെയ്ത് കൊച്ചിൻ ദേവസ്വത്തിന് കീഴിലാക്കാമെന്നാണ് സർക്കാർ നോക്കുന്നത് എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ പറഞ്ഞു. ഹൈന്ദവ സമാജത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനാജനകമായ സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. പല ക്ഷേത്രങ്ങളിലെയും ആചാരപരമായ കാര്യങ്ങളിൽ ലംഘനം വരുത്തി തീർത്തുകൊണ്ടുള്ള സാഹചര്യങ്ങളാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രങ്ങളിലെ ആചാരപരമായ കാര്യങ്ങളിൽ അനാവശ്യമായ സർക്കാർ ഇടപെടലുകൾ നടത്തി ഹിന്ദു ആചാരങ്ങൾക്ക് ഭംഗം വരുത്തുക എന്നതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ എത്രയും വേഗം വിദഗ്ധരുടെ ഒരു സമിതി ചേർന്ന് എന്താണ് തൃശൂർ പൂരത്തിൽ സംഭവിച്ചത് എന്നും കഴിഞ്ഞ 30 വർഷമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആചാര ലംഘനങ്ങളുടെ പട്ടിക ഉണ്ടാക്കുകയും അതിലെ കുറ്റക്കാർ ആര് എന്നതിൽ വ്യക്തത വരുത്തി തീർക്കുകയും വേണം എന്നും അദ്ദേഹം പറഞ്ഞു. വിശ്വ ഹിന്ദു പരിഷത്ത് തൃശൂർ പൂരം വിഷയത്തിൽ ഇടപെടേണ്ട നിർബന്ധപൂർവമായൊരു സാഹചര്യം സംജാതമാവുകയായിരുന്നു. കാരണം ഈ വർഷത്തെ തൃശൂർ പൂരത്തിൻ്റെ ആചാരങ്ങൾക്ക് മുടക്കം സംഭവിച്ചു. അത് ഹൈന്ദവ സമൂഹം, പൂരപ്രേമികളടക്കം, ആനപ്രേമികളടക്കം, ക്ഷേത്രവാദ്യകലകളുടെ മേളപ്പെരുമയുടെ ഇഷ്ടതോഴന്മാരടക്കം അവരെല്ലാം തന്നെ വലിയ വലിയ വേദനയിലായിരുന്നു. ലോകത്തെമ്പാടു നിന്നും തൃശ്ശൂർ പൂരത്തിനു വേണ്ടി തൃശ്ശൂരുകാർ മാത്രമല്ല എല്ലാ ഹൈന്ദവ ജനസമൂഹവും അവിടെ എത്തിച്ചേരുന്ന സമയത്ത് കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് ചെറിയ ചെറിയ തോതിൽ ഓരോ ആചാരങ്ങൾക്ക് ലംഘനം വരുത്തിക്കൊണ്ട് തൃശ്ശൂർ പൂരത്തെ എങ്ങനെ ഹൈജാക്ക് ചെയ്ത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാക്കി തീർക്കാം, അതേപോലെ സർക്കാരിൻ്റെ അധീനതയിലാക്കി തീർക്കാം, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ ഓരോ കാര്യങ്ങളും ചെയ്തു വരുന്നത്. ഇത് ഹൈന്ദവ സമാജത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനാജനകമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ശബരിമലയിൽ കണ്ടു, അവിടെ ആചാര ലംഘനങ്ങൾ, പല ക്ഷേത്രങ്ങളിലും ആചാരപരമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് സർക്കാരും അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തുടർച്ചയായി നിരവധിയായ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായ ഒരു സാഹചര്യം കേരളത്തിൽ നിൽക്കുന്നു. ക്ഷേത്രങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ച് കാവിക്കൊടി ഉയർത്താൻ പാടില്ല. ക്ഷേത്രോത്സവങ്ങളിൽ 10 മണിക്ക് ശേഷം, രാത്രി 10 മണിക്ക് ശേഷം ഉച്ചഭാഷിണികൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. എഴുന്നള്ളത്തിന് ആനയെ ഉപയോഗിക്കാൻ പാടില്ല. കരിമരുന്ന് പ്രയോഗം പാടില്ല. അങ്ങനെ നിരവധിയായ കാര്യങ്ങളിൽ അനാവശ്യമായ സർക്കാർ ഇടപെടലുകളിലൂടെ ഹിന്ദുവിൻ്റെ ക്ഷേത്ര ആചാരങ്ങൾക്ക് ഭംഗം വരുത്തുക, മുടക്കം വരുത്തുക, അവിടെയൊക്കെ ഭക്തജനങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുക, ഇത് കേരളത്തിലെ ആകമാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മുൻകൈ എടുത്തുകൊണ്ട് പൊതുസമൂഹത്തോട്, ഉന്നതന്മാരായ വ്യക്തിത്വങ്ങളോട് ഒരു അപേക്ഷ പുറപ്പെടുവിച്ചു. റിട്ടയർ ചെയ്ത ജസ്റ്റിസുമാർ, റിട്ടയർ ചെയ്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, IPS IAS ഓഫീസർമാർ, IFS ഓഫീസർമാർ, റിട്ടയർ ചെയ്ത ദേവസ്വം കമ്മീഷണർമാർ, എക്സ്പ്ലോസീവ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥന്മാർ, അവരൊക്കെ ചേർന്നുള്ള ഒരു വിദഗ്ധ സമിതി എന്താണ് തൃശ്ശൂർ പൂരത്തിൽ സംഭവിച്ചത്, അതിൻ്റെ ഐതിഹ്യം മുതൽ അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് കഴിഞ്ഞ 30 വർഷമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആചാര ലംഘനങ്ങളുടെ പട്ടിക, അതിലാരാണ് കുറ്റക്കാർ, ഉദ്യോഗസ്ഥരോ, ദേവസ്വം ജീവനക്കാരോ, പൊതുസമൂഹമോ, ഭക്തജനങ്ങളോ, അതോ കോർപ്പറേഷനോ, അതോ പോലീസോ, അതോ സർക്കാരോ, അതോ ദേവസ്വം ബോർഡോ, ഇതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തിക്കൊണ്ട് ഇതിൻ്റെ കാരണക്കാരായ ആരായാലും ശരി അവരുടെ പേരിൽ സിവിലായും ക്രിമിനലായും കേസെടുക്കുന്നതിന് ഇതൊരു തെളിവായി തന്നെ സ്വീകരിച്ചുകൊണ്ട് സർക്കാരുകളെയും, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും, നീതിപീഠങ്ങളെയും, ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെയും മേലിൽ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അവരെ സമീപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വിദഗ്ധ അന്വേഷണ കമ്മീഷൻ എന്നുള്ള നിലയിൽ വസ്തുതാ പഠന കമ്മീഷൻ, അത് പറയുന്നതായിരിക്കും ശരി, അതാണ് അവരുടെ ലക്ഷ്യം ആ കമ്മീഷൻ്റെ. അതായത് വസ്തുതകൾ പഠിച്ചു മനസ്സിലാക്കി പൊതുസമൂഹത്തെ പ്രതികരിക്കേണ്ടി വന്നാൽ പൊതുസമൂഹം പ്രതികരിക്കാൻ തയ്യാറാവണം. ഇനി മേലിൽ ഇത്തരം ക്ഷേത്രാചാര ലംഘനങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ അനുവദിക്കാൻ പാടില്ല.
അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ, അതായത് വസ്തുതാ പഠന കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത്. വിശ്വഹിന്ദു പരിഷത്ത് ഇതിനാവശ്യമായ എല്ലാ രേഖകളും എല്ലാ കോണുകളിൽ നിന്നും സമാഹരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ശ്രീമതി ബിന്ദു ശ്രീകുമാർ അവർ മുഖാന്തരം ഈ രേഖകളെല്ലാം തന്നെ ഈ വസ്തുതാ പഠന കമ്മീഷൻ മുമ്പാകെ വെക്കുകയും ഞങ്ങളുടെ ആശങ്കകൾ, വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഈ കാര്യത്തിലുള്ള ആശങ്കകൾ, ഇതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ, ഇതൊക്കെ തന്നെയും ആ പഠന കമ്മീഷൻ മുമ്പാകെ ഞങ്ങൾ സവിസ്തരം ഇത് വയ്ക്കും. അതിനുവേണ്ടി വരാൻ പോകുന്ന ഈ 15-ാം തീയതി നടക്കുന്ന സിറ്റിങ്ങിൽ ഞങ്ങൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഭാഗത്തു നിന്നും അഭിഭാഷക ഹാജരാവും. വ്യക്തമായി വേണ്ടപ്പെട്ട എല്ലാ രേഖകളും അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഈ വസ്തുതാ പഠന കമ്മീഷൻ മുമ്പാകെ സമർപ്പിക്കുകയും അങ്ങനെ ലഭിക്കുന്ന അതിൻ്റെ കോപ്പി അപേക്ഷ കൊടുത്ത് വാങ്ങിച്ച് അതിന് അനുസരണമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ഭാരത സർക്കാരിന് ഇത് സ്റ്റേറ്റ് വിഷയമാണെങ്കിൽ പോലും ഇത്തരം ആചാര ലംഘനങ്ങളിലൂടെ ഈ സാംസ്കാരിക പൈതൃക സംവിധാനങ്ങളെ നശിപ്പിക്കുവാൻ, ഹൈന്ദവ ധർമ്മത്തെ നശിപ്പിക്കുവാൻ ഒരു ശക്തിയെയും അനുവദിക്കുകയില്ല. അതിനുവേണ്ടി ഹൈന്ദവ സമാജത്തെ സുശക്തരാക്കി സുസജ്ജരാക്കി സന്യാസി സമൂഹത്തെ അവരുടെ ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഹൈന്ദവ സമാജ സംരക്ഷണാർത്ഥം സനാതന ധർമ്മത്തിൻ്റെ യുക്തിഭദ്രത എക്കാലവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി സമാജത്തെ ജാഗരൂകരാക്കുന്നതിന് വേണ്ടി ഈ കമ്മീഷൻ റിപ്പോർട്ട് വളരെയധികം ഗുണം ചെയ്യും. അതിലൂടെ ഇനി മേലിൽ ഒരു ആരാധനാലയം, ഇന്ന് ഇടതുപക്ഷക്കാരെ ഇടപെട്ടുകൊണ്ട് പുതിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് ആ ക്ഷേത്ര മാതൃകകൾ പോലും ഷോപ്പിംഗ് കോംപ്ലക്സ് മാതിരി പണിയുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇത് ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾക്ക് നേരെ മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഇതിനുപയോഗിക്കുന്നത് ഹിന്ദുക്കളായിട്ടുള്ള സഖാക്കന്മാരെയാണ് ഇതിന് മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിന് ഈ ജിഹാദികളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എന്തിനു വേണ്ടി ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇന്ന് വരെ തൃശ്ശൂർ പൂരത്തിന് ഇത്രയും ജനസഞ്ചയം കൂടിയാൽ അവിടെ ക്രൗഡ് മാനേജ്മെന്റിന്റെ പിഴവ് കൊണ്ട് ഒരു പ്രശ്നം വന്നിട്ടില്ല. അനാവശ്യ നിയന്ത്രണങ്ങൾ ഇത് മനസ്സിലായതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞു, പോലീസ് കുറവായിരുന്നു, തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു, അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വസ്തുതാ പഠന കമ്മീഷന്റെ പ്രഥമ സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആക്കവും തൂക്കവും സർക്കാരിന് മനസ്സിലായി. അപ്പോൾ മാത്രമാണ് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുകയും പകരം അയാൾക്ക് ചുമതല പോലും നൽകിയിട്ടില്ല. സർക്കാരിന് അത് ബോധ്യമായിട്ടുണ്ട്. അതിന് അത്തരം നടപടികളെ സ്വാഗതം ചെയ്യുന്നു. വിശ്വഹിന്ദു പരിഷത്ത് സ്വാഗതം ചെയ്യുകയാണ് ഇടതുപക്ഷ സർക്കാർ. ഇതേമാതിരി ഇതിന് ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും ആ വെടിക്കെട്ട്, അതേപോലെ തന്നെ അവിടുത്തെ ആചാരപരമായ പരിപാടികളൊക്കെ തന്നെയും എന്തിനു വേണ്ടിയായിരുന്നു ഞങ്ങൾ ആശങ്കപ്പെടുന്നു. എന്തിനു വേണ്ടിയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു കലാപം അവിടെ ഉണ്ടാക്കിയെടുത്തിട്ട് കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ട് പാറമേക്കാവ് ദേവസ്വത്തിനും അതേപോലെ തന്നെ ആ ദേവസ്വങ്ങൾക്ക് ഇത് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇത് ഒന്നുകിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തോളാം, അല്ലെങ്കിൽ സർക്കാർ നേരിട്ട് ഏറ്റെടുത്തോളാം, അവിടുത്തെ വരുമാനത്തിൽ കണ്ണുവെച്ചുകൊണ്ട്. അതുകൊണ്ടാണ് അവിടെ നടക്കുന്ന എക്സിബിഷൻ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. കോടിക്കണക്കിന് രൂപ ദേവസ്വത്തിലേക്ക് അടയ്ക്കണമെന്നുള്ളത് കോർപ്പറേഷൻ അവരുടെ ജോലി ചെയ്യാതെ ഇതിനകത്ത് നിന്ന് എങ്ങനെ പണം വാരാൻ കഴിയും? അതേ സമയത്ത് ആലോചിച്ച് നോക്കേണ്ട വിഷയമാണ്. ഇതര മതവിഭാഗങ്ങളുടെ ഇതേപോലെയുള്ള ഒരു കേന്ദ്രമായിരുന്നു എങ്കിൽ അവിടെ സർക്കാർ എല്ലാവിധമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. ഇത് ഹിന്ദുവിൻ്റെ ആരാധനാ കേന്ദ്രമാണ്, ഹിന്ദുവിൻ്റെ ഒരു പൈതൃക കേന്ദ്രമാണ്. അവിടെ ഹിന്ദുവിൻ്റെ ആചാരങ്ങളാൽ സമ്പുഷ്ടമായ ഒരു സാഹചര്യത്തെ, ഒരു മഹോത്സവത്തെ അത് അലങ്കോലപ്പെടുത്തുക എന്നത് കഴിഞ്ഞ 30 വർഷമായി ആസൂത്രണം ചെയ്ത് പതിയെ ഇന്നതിൻ്റെ പാരമ്യതയിൽ എത്തിയിരിക്കുകയാണ്. ഇനി വിട്ടുവീഴ്ച ചെയ്യാൻ ഹിന്ദു തയ്യാറല്ല, ഒരു കാരണവശാലും തയ്യാറല്ല. അതുകൊണ്ടാണ് നിയമാനുസൃതമായി നാട്ടിൽ നിലവിലുള്ള നിയമം അനുസരിച്ചുകൊണ്ട് അതിൻ്റെ തെറ്റും ശരിയും കണ്ടെത്താൻ VR രാജശേഖരൻ എന്ന ഞാൻ അശക്തനാണ്, വിശ്വഹിന്ദു പരിഷത്ത് അതിന് അശക്തനാണ്. അതുകൊണ്ടാണ് റിട്ടയർ ചെയ്ത ഉന്നതന്മാരായ നിയമജ്ഞന്മാര്, നീതിപീഠങ്ങളിൽ വിരാജിച്ചിരുന്നവര്, അതിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധന്മാര്, പോലീസ് ഓഫീസർമാര്, ദേവസ്വം കമ്മീഷണർമാര്, അവരുടെയൊക്കെ മുമ്പാകെ വളരെ വ്യക്തമായ രേഖകള്
രാവിലെ 10 മണിക്ക് തുടങ്ങി 5 മണി വരെയും ജനബാഹുല്യമായിരുന്നു അവിടെ തങ്ങളുടെ പരാതിക്കെട്ടുകൾ അഴിച്ച് ഈ വിദഗ്ധ സമിതി മുമ്പാകെ വയ്ക്കുവാൻ. നിരവധി സിറ്റിങ്ങുകളിലൂടെ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ, ഇതിൻ്റെ പ്രഭവസ്ഥാനം മുതൽ ഇതിൻ്റെ മുഴുവൻ കാരണക്കാരെയും പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതിലൂടെ നിയമപരമായ നടപടികളിലേക്ക് നീങ്ങും. അതിലൂടെ ഇനി മേലിൽ ഹിന്ദുവിൻ്റെ ഒരൊറ്റ ആരാധനാലയങ്ങളിലും ഉത്സവാദി അടിയന്തര വേളകളിൽ ഹിന്ദുക്കളുടെ നേരെ ഇത്തരം ഹിന്ദുവിൻ്റെ ആചാരങ്ങൾക്ക് ലംഘനം വരുത്തുവാൻ, മുടക്കം വരുത്തുവാൻ ഒരു ശക്തിയെയും അനുവദിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഈ തൃശ്ശൂർ പൂര പഠന വിദഗ്ധ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുള്ളത്. അവർ കൃത്യമായി ആ ജോലി ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെയധികം ഗുണകരമാവും. ഇനി മേലിൽ ഹിന്ദുവിൻ്റെ ഒരാരാധനാലയങ്ങളും ഒരു സർക്കാർ ഏജൻസികളും അമിതമായ കൈകടത്തൽ ഉണ്ടാവുകയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടായാൽ ഇതേമാതിരി തന്നെ അന്വേഷിച്ച് കുറ്റക്കാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുന്നത് വരെയും ഹിന്ദു കയ്യും കെട്ടി നിൽക്കുമെന്ന് ഇനിമേലിൽ ആരും ധരിക്കേണ്ടതില്ല. ഇതാണ് ഈ അവസരത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിന് പൊതുജന സമക്ഷം സമർപ്പിക്കുവാനുള്ളത്.